ആലപ്പുഴ ജില്ലയിൽ കോഴിയും താറാവും വളർത്തൽ ഒരു വർഷത്തേക്ക് നിരോധിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധവുമായി കർഷകർ. നിയന്ത്രണങ്ങൾക്ക് പകരമുള്ള ദീർഘകാല നിരോധനം കർഷകരുടെ നട്ടെല്ലൊടിക്കും. വാക്സിൻ അടക്കമുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ച് കർഷകരെ സഹായിക്കണമെന്നാണ് കർഷകർ പറയുന്നത്. ഷൈജു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴ ജില്ലയിൽ വരുന്ന ഒരു വർഷത്തേക്ക് കോഴി, താറാവ് ഇതിന്റെയൊക്കെ വളർത്തൽ നിരോധിക്കാനുള്ള സർക്കാർ ആലോചന അത് കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. കാരണം ഇതും ഉപജീവന മാർഗമാക്കി മുന്നോട്ട് പോകുന്ന നിരവധി ആളുകൾ ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഞാനിപ്പോഴുള്ളത് ഹരിപ്പാടിനടുത്ത് വിയപുരത്തെ ഒരു ഫാമിലാണ് ഉള്ളത്. ഈ ഫാമിൽ ഇപ്പോൾ തന്നെ 6 മാസം പ്രായമായ 2000-ലധികം താറാവുകൾ പാകമായി നിൽക്കുന്നു. ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനം ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം മാത്രമല്ല, കഴിഞ്ഞ കുറേ നാളുകളായി പലതരത്തിൽ പല ദിവസങ്ങളിൽ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ഈ കോഴിയെയും താറാവിനെയും ഒക്കെ വിൽക്കാനുള്ള ഒരു ശ്രമം പോലും നടക്കാൻ കഴിയാത്ത ഒരവസ്ഥ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇതിപ്പോൾ ഒരു വർഷത്തേക്ക് ആലപ്പുഴ ജില്ലയിൽ ഈ പക്ഷി വളർത്തൽ നിരോധിക്കാനുള്ള സർക്കാർ ആലോചന. അങ്ങനെ ഒരു തീരുമാനം വന്നാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം ഭീകരമാകും എന്നതാണ് കർഷകർ ഓരോരുത്തരും പങ്കുവെക്കുന്ന കാര്യം. ആ കർഷകരോട് തന്നെ ചോദിക്കാം, എന്താകും ഒരവസ്ഥ എന്ന്. എന്തായിരിക്കും ഇങ്ങനൊരു തീരുമാനം നടപ്പിലായാൽ ഉണ്ടാവുക? ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഈ കൃഷി നശിക്കും. ഇതിനെ കൊണ്ട് ജീവിക്കുന്ന ഒത്തിരി തൊഴിലാളികളുണ്ട്. ഡ്രസ്സിങ്ങുകാരായാലും മുട്ട കച്ചവടക്കാരായാലും ഇതിന്റെ കൂടെ സ്റ്റാഫായിട്ട് നിൽക്കുന്ന തൊഴിൽക്കാരായാലും എല്ലാം കൊണ്ട് എല്ലാവർക്കും പ്രതിസന്ധിയാവും. അതുകൊണ്ട് നിരോധിക്കാതെ ഇതിനൊരു നിയന്ത്രണം വരുത്തുകയോ എന്തെങ്കിലും ചെയ്യാന്നല്ലാതെ ഈ കിടക്കുന്ന താറാകാരാണ് ഇപ്പോൾ വലയുന്നത്. കർഷകരാണ് വലഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പനി പടരുന്ന പല സ്പോട്ടുകളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആലപ്പുഴ ജില്ലയിൽ അത്തരം സ്പോട്ടുകൾ കൂടുതലാണ്. അതുകൊണ്ട് ദീർഘകാല നിരോധനം വേണമെന്നാണ് സർക്കാർ പറയുന്നത്. അങ്ങനെ ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കിടക്കുന്ന കർഷകനാണ് കിടന്ന് വലയുന്നത്. നിരോധനം വന്നു കഴിഞ്ഞാൽ ഇതിനിപ്പം മുട്ട വിൽക്കരുത്, ഇറച്ചി വിൽക്കരുത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇത് വന്നു കഴിയുമ്പോൾ ഈ കർഷകന്റെ ബുദ്ധിമുട്ടും അവരോട് മേടിച്ചത്. ശരി, വാക്സിൻ അടക്കമുള്ള മുൻകരുതൽ നടപടികളെല്ലാം സ്വീകരിച്ച് കർഷകരെ സഹായിക്കണമെന്നാണ് അവർക്കെല്ലാം പറയാനുള്ളത്. ഷൈജു തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്.